ടാഡാ! ഇന്ന് ഞാൻ വിസിറ്റ് ചെയ്തത് സയൻസ് സെന്ററിലാണ്. കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് ആയാലോ. ഇത് നമ്മുടെ വെർണലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ അഡ്മിഷൻ ഫീ ഉണ്ട്. അഡൽട്ടിന് അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത് $12 പ്ലസ് ടാക്സ് ആണ്. അപ്പം ഞാനിന്ന് പേ ചെയ്തത് $12.60. അവിടെ കയറുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. റോബോട്ടിക് ടോയ് തൊട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാനൊരു റോബോട്ടിൻ്റെ ഹാൻഡ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി നോക്കി. രസമായിരുന്നു. അതിനുശേഷം അവിടെ കുറേ ഇൻഫർമേഷൻസ് വെച്ചിരിക്കുന്ന എല്ലാം ജിയോളജി റിലേറ്റഡിലാണ് ആ ഒരു ഫ്ലോറിലുണ്ടായിരുന്നത്. ഒരു പാലിയൻറ്റോളജിസ്റ്റിൻ്റെ ഫീൽഡ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അക്വാട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. ഈ ഡൈനോസറിനെ വെച്ചിട്ടുണ്ടോ, നല്ല രസമുണ്ടല്ലേ, നന്നായിട്ട് ഇവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അഡ്മിഷൻ ഫീ കൊടുത്തതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അകത്ത് കയറി ഇതൊക്കെ കണ്ടപ്പോഴാണ് ദൈവമേ ഇത്രയും ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വെയിറ്റ് ചെയ്തു, ഇത്രയും സമയം എടുത്ത് എന്താണ് ഞാൻ വിസിറ്റ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കുറേ ഇൻഫർമേഷൻസ് എനിക്ക് പുതിയ കാര്യങ്ങൾ കിട്ടി. ഇവിടെ കുറേ ഫോസിൽസ് കാര്യങ്ങളെല്ലാം അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ മിനറൽ സ്പെസിമെൻസ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. കണ്ട കുറച്ച് മിനറൽ സ്പെസിമെൻസ് ആണ് ദേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ബൗണ്ടറി എന്നൊക്കെ എടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നി. ുള്ള കുറച്ച് അക്വാട്ടിക് സ്പീഷീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അക്സലോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഇതുപോലെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ടോർട്ടോയ്സ് ആയിരുന്നു ഇത്. അതുപോലെ ഈ അക്വാട്ടിക് കുറേ സ്പീഷീസ് ഇങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത് കാണിക്കുന്നതാണ്. ഇതിനെപ്പറ്റി കുറേ സ്റ്റഡീസ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അക്വേറിയം കണ്ടു നിൽക്കുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ. ലണ്ടൻ പരിസരത്താണെങ്കിലേ ഉറപ്പായിട്ട് ഇവിടെ വല്ലപ്പോഴെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും വെർത്ത് പ്രൈസാണ്, വെർത്ത് ഫീസാണ് എന്ന് പറയാം. കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം കാണാനും തൊട്ടറിയാനും ഒക്കെ നമുക്കതിൽ അവസരങ്ങളുണ്ട്. ഒരു ഫോട്ടോ മൈക്രോഗ്രഫി കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ ടാലൻസിൻ്റെ ഫോട്ടോസ് ഇവിടെ കണ്ടു. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അടുത്ത് വെച്ചിരുന്ന കലമൽക്ക ലേക്കിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് കാണിച്ചത് കേട്ടോ. ഇവിടുന്ന് കുടിക്കുന്ന എല്ലാവരും ഈ ലേക്കിൽ നിന്നാണ് കുടിക്കുന്നതെന്ന് കാണിച്ചത്. ഈ ലെവൽ 1 ശേഷം പിന്നെ നേരെ പോയത് ലെവൽ 2 അവിടെ ഈ സ്പേസിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. സൺഡേ ഗൈറോ ചെയറിൽ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. 12:15 തൊട്ട് 3:30 വരെയാണ് സമയം. ഈ ഗൈറോ ചെയറിലാണ് ഈ ആസ്ട്രോണറ്റ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞൊരു സ്പേസിൽ അവർ ഏത് രീതിയിലും ജീവിക്കാൻ അവരെ തയ്യാറാക്കുന്നത്. ഇത് അപ്സൈഡ് ഡൗണിൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണോ അതിലെല്ലാം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ഒരു ചെയറിൽ ഇരുത്തിയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ പ്ലാനറ്റോറിയം ഷോസും ഈ വീക്കെൻഡ്സിൽ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പോയത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അതവിടെ ക്ലോസ്ഡ് ആയിരുന്നു. 1 ലിറ്റർ പാലിന് ഓരോ പ്ലാനറ്റിലും ഓരോ വെയിങ് ഡിഫറൻസ് ആണെന്നൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ആസ്ട്രോണറ്റ് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ സ്പേസിൽ പോയി ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോയിൽ കുറേ ഇൻഫർമേഷൻസ് കിട്ടിയില്ലേ. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ വരാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.